ഒരു തത്വശാസ്ത്രത്തിലൂടെ തുടങ്ങാം. നമ്മൾ ഏറ്റവും വലിയ ദുഃഖത്തിലും ദുരിതത്തിലുമാണ് ഉള്ളതെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ഒരേ ഒരു വഴി നമ്മെക്കാട്ടിലും ദുഃഖം അനുഭവിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും കഥ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തത്വമായി പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നജീബിന്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആടുജീവിതം എന്ന നോവലിലെ ഓരോ വരികളിലൂടെ വായിക്കുമ്പോൾ നമ്മുടേതൊക്കെ ഒരു കഷ്ടപ്പാടാണോ എന്ന് വരെ നമ്മെ ചിന്തിപ്പിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ആടുജീവിതം എന്ന സിനിമ കാണുമ്പോൾ അതേ വരികളിൽ ഉണ്ടായിരുന്ന അടിമത്തവും കഷ്ടപ്പാടുകളും ദുരിതവും നമ്മുടെ കണ്ണുകൾ കണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുന്നത് പോലുള്ള ഒരു മാനസിക അവസ്ഥ തന്നെ നമുക്കുണ്ടായിട്ടുണ്ടാകും. 1995 സൗദിയുടെ തലസ്ഥാനമായ റിയാദ്. സൗദിയിലുള്ള പോലീസ് അധികാരികൾ കേരളത്തിലുള്ള നജീബ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്ത് 15 ദിവസം റിമാൻഡിൽ വയ്ക്കുന്നു. സാധാരണ ജയിൽ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഭയപ്പെടും. അതും മറ്റൊരു നാട്ടിൽ ജോലി ചെയ്യാൻ പോയി നമ്മളെ ജയിലിൽ അടയ്ക്കുകയാണെങ്കിൽ അത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തും. എന്നാൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത നജീബ് ഭയപ്പെട്ടില്ല. പറഞ്ഞു വന്നാൽ അയാൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും തോന്നി. ആ ജയിലിൽ സമയത്തിന് കിട്ടുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. കൂടാതെ അവിടെ തനിക്ക് ആഗ്രഹം തീരുന്നത്ര കുളിച്ച് വെള്ളം കുടിച്ച് സന്തോഷിച്ച് ജീവിക്കുന്നു. ജയിലിലാണ് താൻ ഉള്ളത് എന്നതിനേക്കാളും ഉപരി മതിമറന്ന് ഉറങ്ങാനും തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അയാൾക്ക് ഈ ജയിൽ ജീവിതം ഒരു ആഡംബര ജീവിതം പോലെ തോന്നി. അതെന്താ അങ്ങനെ? ജയിലിൽ സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവും അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതെ, ഈ ജയിലിലേക്ക് വരുന്നതിന് മുൻപ് ഏകദേശം 3 വർഷത്തിൽ കൂടുതൽ അയാൾ അനുഭവിച്ച ക്രൂരതകളാണ് ജയിൽ അയാൾക്ക് ഒരു സ്വർഗമായി തോന്നാൻ കാരണം. ആടുജീവിതം എന്ന സിനിമ റിലീസായി. അതൊരു യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കി എടുത്ത സിനിമയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സിനിമയ്ക്ക് പുറകിലെ കഥ എന്താണെന്നുള്ളതും എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയാം. എങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് പേർ ആവശ്യപ്പെട്ടിരുന്നു. സിനിമയിൽ പോലും പറയാത്ത, സെൻസർ ചെയ്യപ്പെട്ടിരുന്ന, എന്നാൽ യഥാർത്ഥത്തിൽ നടന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന കഥയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളം ആലപ്പുഴയിൽ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച നജീബ് 10ാം ക്ലാസ് വരെ പഠിച്ചു. എന്നാൽ ആ സമയത്ത് 10ാം ക്ലാസ് വരെ പഠിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതിനുശേഷം കുടുംബത്തിലെ ദാരിദ്ര്യം കാരണം ചെറിയ പണികളും കൃഷികളൊക്കെ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. ചില വർഷം കഴിഞ്ഞ് സബിയത്ത് എന്ന പെൺകുട്ടിയുമായി വിവാഹം കഴിഞ്ഞു. കുറച്ച് ദിവസത്തിൽ തന്നെ ഭാര്യ ഗർഭിണിയുമായി. ഇപ്പൊ കുടുംബത്തിന്റെ ചിലവും ആശുപത്രി ചിലവും ഇങ്ങനെ വരുമാനത്തെക്കാട്ടിലും ചിലവ് കൂടുതലാവുകയും പല സ്ഥലങ്ങളിലും കടം വാങ്ങാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ആ കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ, വരുമാനവും തികയാതെ പുതുതായി വിവാഹം കഴിഞ്ഞ് അവരുടെ ജീവിതം ഒരുപാട് കഷ്ടപ്പാടിലേക്ക് പോകാൻ തുടങ്ങി. ഈ സമയത്താണ് കേരളത്തിൽ നിന്ന് അറബ് നാടുകളിലേക്ക് ജോലിക്ക് പോകുന്നവർ ഒരുപാട് സമ്പാദിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും താനും അവിടെ പോയി ജോലി നോക്കി കടങ്ങളെല്ലാം തീർക്കാമെന്ന് ഭാര്യയോട് പറയുന്നു. ഇതിനുവേണ്ടി നജീബ് ഒരു ഏജന്റിനെ കണ്ട് സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് ജോയിൻ ചെയ്ത് വിടാമോ എന്ന് ആവശ്യപ്പെടുന്നു. ഏജന്റും വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി 55,000 രൂപ ചിലവാകുമെന്ന് പറഞ്ഞു. അങ്ങനെ നജീബിനുണ്ടായിരുന്ന 5 സെന്റ് സ്ഥലം വിറ്റ് അതിൽ നിന്ന് വന്ന പണം ഉപയോഗിച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞ് പോകാനുള്ള ആ ദിവസവും വന്നു. അയാളുടെ ഭാര്യ അയാൾക്ക് ഇഷ്ടമുള്ള പലഹാരം, അച്ചാർ ഇതെല്ലാം ഉണ്ടാക്കി പാക്ക് ചെയ്ത് അയച്ചു. അങ്ങനെ കൊടുത്ത എല്ലാം എടുത്തുകൊണ്ട് 8 മാസം ഗർഭിണിയായ ഭാര്യയെ പിരിയാൻ മനസ്സില്ലാതെ മുംബൈ ട്രെയിനിൽ നജീബ് കയറിയിരുന്നു. മുംബൈ പോയത് ഏപ്രിൽ മാസം 2, 1992. സൗദി അറേബ്യയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ കയറിയിരുന്ന അയാൾ ഇപ്പോൾ ആ ഫ്ലൈറ്റ് ആകാശത്തെ നോക്കി പറക്കുന്നത് പോലെ അയാളുടെ ജീവിതവും ഉയരും എന്ന പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഏപ്രിൽ 4 റിയാദിലുള്ള കിങ് ഖാലിദ് എന്ന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡാകുന്നു. അങ്ങനെ ഇറങ്ങിയതും അവിടെ നേരത്തെ കാത്തിരുന്ന ഒരു അറബ് ഏജന്റ് അവരുടെ പാസ്പോർട്ട് വാങ്ങി നോക്കിയിട്ട് അറബി ഭാഷയിൽ എന്തോ ചോദിച്ചു. പുതിയ നാട്, അറിയാത്ത ഭാഷയായതുകൊണ്ട് തന്നെ നേരത്തെ ഭയത്തിലായിരുന്ന നജീബ് അയാൾ പറഞ്ഞതിൽ ഏജന്റ് എന്ന വാക്ക് മാത്രം മനസ്സിലായതുകൊണ്ട് തലയാട്ടി.
ഇപ്പോൾ അയാൾ ഇവരുടെ പാസ്പോർട്ട്, വിസ എല്ലാം വാങ്ങി വെച്ചിട്ട് അവിടെ തയ്യാറായി നിന്ന കാറിൽ ഇയാളെ കയറ്റി അവിടെ നിന്ന് പോകുന്നു. ആ കാറിൽ നജീബിനെ പോലെ തന്നെ ആ നാട്ടിൽ ജോലിക്ക് വന്ന മറ്റൊരാളും ഉണ്ടായിരുന്നു. നജീബിന് ഇതെന്തോ ഒരു വിശ്വാസം കൊടുക്കുന്നത് പോലെ തോന്നിയാലും ആ ഏജന്റ് ഇവർ രണ്ടുപേരെയും പരസ്പരം സംസാരിക്കാൻ അനുവദിച്ചതേയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സംശയത്തിനും ഭയത്തിനും കാരണമായി. ഇപ്പോൾ ആ കാർ പല കെട്ടിടങ്ങൾ കഴിഞ്ഞ്, പല റോഡുകൾ കഴിഞ്ഞ്, പല നാടുകൾ കഴിഞ്ഞ് തുടർന്ന് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ചില നിമിഷത്തിൽ നമ്മൾ ജോലി നോക്കാൻ പോകുന്ന സ്ഥലം എത്തും എന്ന് കരുതി കാറിൽ കയറിയിരുന്ന അവർക്ക് പല മണിക്കൂറുകളായിട്ടും കാർ നിർത്താതെ പോകുന്നു എന്നുള്ളത് അവരുടെ സംശയം കൂട്ടാൻ കാരണമായി. ആ ഏജന്റിനോട് ഇനി എത്ര ദൂരം പോകണമെന്ന് ചോദിച്ചു. എന്നാൽ അയാൾ ഒന്നും ചോദിക്കരുത്, മിണ്ടാതെ അവിടെ ഇരിക്കണമെന്ന് ആംഗ്യ ഭാഷയിൽ പറഞ്ഞു. അയാളുടെ ഈ ഒരു പ്രവൃത്തി അവരുടെ ഭയത്തെ വീണ്ടും അധികമാക്കി. ഇങ്ങനെ കാറും പോയിക്കൊണ്ടിരുന്നു. അന്ന് രാത്രിയായി. അടുത്ത ദിവസം രാവിലെയായി. എന്നാൽ രാത്രി ഭക്ഷണമോ രാവിലത്തെ ഭക്ഷണമോ ഒന്നിനും അവരെ കാറിൽ നിന്നും ഇറക്കാതെ ഇതെല്ലാം കാറിൽ തന്നെ കൊണ്ടുവന്ന് കൊടുത്തു. ഇതിനുശേഷം ആ കാറ് പോകുന്ന പാതയിൽ കണ്ണെത്തുന്ന ദൂരത്ത് വീടോ മനുഷ്യരോ കെട്ടിടങ്ങളോ വണ്ടികളോ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. കാറും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന റോഡിന്റെ രണ്ട് ഭാഗത്തും മണലുകളല്ലാതെ ഒരു പുല്ല് പോലും കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സമയം പോകുന്നു, രാത്രിയായി. ഇപ്പോൾ ആ കാറ് ഒരു മണൽ പാതയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പല മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ മാസം 5 രാത്രി ഒരു സ്ഥലത്ത് വന്നു നിന്നു. അവിടെ നജീബിന്റെ കൂടെ വന്ന അയാളെ മാത്രം ഇറക്കി വിട്ടിട്ട് ആ കാറ് വീണ്ടും പോയി. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് ആ കാറ് നിർത്തി. അവിടെ നജീബിനെ ഇറക്കിവിട്ട ഏജന്റ് ഒന്നും തന്നെ പറയാതെ അവിടെ നിന്നും കാർ എടുത്തു പോകുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു, താനിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന ഭയത്തോടുകൂടി തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായി ശബ്ദമുണ്ടാക്കി നോക്കി. എന്നാൽ യാതൊരു മറുപടിയും ആ ഭാഗത്തു നിന്ന് വന്നില്ല. അങ്ങനെ ഒരു ശ്മശാനം പോലെ തോന്നിയ സ്ഥലത്ത്, അത്രയും ശാന്തതയുള്ള സ്ഥലത്ത് ആടുകളുടെ ശബ്ദം മാത്രം കേട്ടു. കൂടാതെ അവിടെ വീശുന്ന കാറ്റിൽ ഒരു ദുർഗന്ധവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഇരുട്ടിൽ അടുത്ത് ഒരടി പോലും എടുത്തു വയ്ക്കാൻ ഭയന്ന നജീബ് അയാൾ നിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെ ചുരുണ്ടുകൂടി ഉറങ്ങാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ സൂര്യവെളിച്ചം മണ്ണിൽ പതിക്കുകയും അവിടെ ഉറങ്ങിക്കിടന്ന നജീബിന് മീതെ ആ ചൂടുകൊണ്ട് ചുട്ടു പൊള്ളാൻ തുടങ്ങി. ഈ ചൂടുകൊണ്ടായിരുന്നു നജീബ് എഴുന്നേറ്റത്. ചുറ്റും നോക്കി. അപ്പോഴാണ് താനൊരു മരുഭൂമിയിലാണുള്ളതെന്ന് മനസ്സിലായത്. എന്നാൽ അയാൾ നിന്നിരുന്ന സ്ഥലത്തു നിന്നും കുറച്ചു ദൂരം മാറി ചെറിയൊരു കുടിലുള്ളത് കാണുന്നു. അവിടെ എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നറിയാൻ പോകുന്നതിന് മുൻപ് തന്നെ അതിനകത്ത് നിന്ന് ഒരു അറബ് നാട്ടുകാരൻ വന്നു. എന്നിട്ട് നജീബിനോട് ഞാനാണ് നിന്റെ ഓണർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏകദേശം 200 ആടുകളുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ഇവിടെയുള്ള ആടുകളെ മേയ്ക്കുന്നതാണ് നിന്റെ ജോലി, അതിനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞു. അയാൾ പറഞ്ഞതിൽ പകുതി മനസ്സിലായി. പകുതി മനസ്സിലാകാത്ത നജീബ് താനിവിടെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാനാണ് വന്നതെന്നും തന്നെ തെറ്റായി ഇവിടെ കൊണ്ടുവന്നതാണെന്നും പറയാൻ ശ്രമിച്ചു. ഇതിന് ഓണറും അറബ് ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞതും അത് നജീബിന് മനസ്സിലാകാതെ നജീബ് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതുകൊണ്ട് ദേഷ്യം വന്ന ഓണർ അയാൾ വച്ചിരുന്ന ചാട്ടവാറുകൊണ്ട് നജീബിനെ അടിക്കാൻ തുടങ്ങി. ഭയന്നുപോയ നജീബിന് അപ്പോഴാണ് താൻ ഇവിടെ അകപ്പെട്ടിരിക്കുകയാണെന്നും ഒരു അടിമയായി തന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതാണെന്നും മനസ്സിലായി. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അവിടെ ഒരാൾ തല മുഴുവനും ചടം നിറഞ്ഞ മുടികളോടുകൂടി, വയറുവരെ നീണ്ട അഴുക്ക് പിടിച്ച താടിയോടുകൂടി, അഴുക്ക് മാത്രം നിറഞ്ഞ് കറുത്തിരിണ്ടിരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നജീബിന്റെ അടുത്തേക്ക് വന്നു നിന്നു. അയാൾ അടുത്തു വന്നതും അയാളിൽ നിന്നും ഒരു ദുർഗന്ധം വരുന്നത് നജീബ് ശ്രദ്ധിച്ചു. ഇപ്പോൾ ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങിയ അയാൾ നജീബിനെ കൂട്ടിക്കൊണ്ടുപോയി എന്തൊക്കെ ജോലി ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. ആടുകൾക്ക് പുല്ല് കൊടുക്കണം, ശരിയായ അളവിൽ ഗോതമ്പ് കൊടുക്കണം, അതിനെ മേച്ച സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണം, പാല് കറക്കണം, ആടിന്റെ തൊഴുത്ത് വൃത്തിയാക്കുക, ഇങ്ങനെ നജീബ് ചെയ്യേണ്ട എല്ലാ ജോലികളും അയാൾ ചെയ്തു കാണിച്ചു കൊടുത്തു. ഇപ്പോൾ നജീബ് ആ ഹിന്ദിക്കാരനോട് നജീബിന്റെ കഥ പറയാൻ തുടങ്ങി. പക്ഷെ അയാൾ അതൊന്നിനും മറുപടി പറയാതെ അവിടെയുള്ള ചില പ്രധാനപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി. രാവിലെ 6 മണിക്കൊക്കെ എഴുന്നേൽക്കണം, ഓണറോട് ആവശ്യമില്ലാതെ സംസാരിക്കാൻ പാടില്ല, വെള്ളമ്മയുടെ കാശ് കൊടുത്താണ് വാങ്ങുന്നത്, അത് കാരണം കൊണ്ട് തന്നെ കുളിക്കാൻ പാടില്ല, പ്രധാനമായും ജോലി സമയത്ത് ഇരിക്കാനോ ഉറങ്ങാനോ പാടില്ല എന്ന് എല്ലാം ആംഗ്യ ഭാഷയിൽ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്നും പോകുന്നു. ഇതാണ് നജീബ് അയാളെ കണ്ട അവസാനത്തെ കാഴ്ച. അതിനുശേഷം അയാൾ അവിടെ വന്നിട്ടേയില്ല. ഇപ്പോൾ ആ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ നജീബ് കാണുന്ന ഒരേ ഒരു വ്യക്തി ആ ഓണർ മാത്രമാണ്. നജീബിന് താമസിക്കാൻ ചെറിയൊരു കുടിലില്ല, കിടക്കാൻ പായില്ല, തണുപ്പിൽ മൂടാൻ പുതപ്പില്ല. ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ക്രൂരമായ ദിവസങ്ങൾ തള്ളി നീക്കാൻ തുടങ്ങി. ഈ ക്രൂരതകൾ മതിയാകില്ല എന്ന് മനസ്സിലാക്കിയ ഓണർ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. അതെ, നജീബ് ബാത്റൂം പോയിട്ട് വെള്ളം വെച്ച് വൃത്തിയാക്കുകയായിരുന്നു.
ഇത് കണ്ട ഓണർ അയാളെ ചവിട്ടി താഴെയിട്ടിട്ട്, കാശ് കൊടുത്ത് വാങ്ങുന്ന വെള്ളത്തെ നീ കഴുകാൻ ഉപയോഗിക്കുന്നോ എന്ന് പറഞ്ഞ് ആടുകളെ അടിക്കാൻ ഉപയോഗിച്ചിരുന്ന ചാട്ടവാർ ഉപയോഗിച്ച് അവനെ അടിക്കാൻ തുടങ്ങി. ഇനി നീ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, കല്ല് മണ്ണ് ഇത് വെച്ച് മാത്രമേ നീ വൃത്തിയാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയപ്പെടുന്ന വളരെ പച്ചപ്പ് നിറഞ്ഞ സമ്പൽ സമൃദ്ധിയുള്ള വെള്ളങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു നാട്ടിൽ ജീവിച്ച നജീബിന് ഇപ്പോൾ തൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും വെള്ളമില്ല. ഇത് അയാളുടെ മനസ്സിന് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ ആഴ്ചകൾ മാസങ്ങളാകുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നജീബിനെ മാനസികമായി തളർത്തി. എങ്കിലും കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകൾ തളരാതെ പിടിച്ചു നിർത്തി. ഒരു മുസ്ലിമായിരുന്നാൽ കൂടിയും ആ 3 വർഷത്തിൽ അയാൾ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ലായിരുന്നു എന്ന് പറയാം. ചില സമയങ്ങളിൽ തൻ്റെ ജീവനെ താൻ തന്നെ എടുക്കാമോ എന്ന് വരെ ചിന്തിച്ചു. മറ്റു ചില ദിവസങ്ങളിൽ ആ ഓണറെ കൊല്ലാമോ എന്ന് പോലും ചിന്തിച്ചു. എന്നാൽ അവനെ കൊന്നിട്ട് ജയിലിൽ പോയാൽ തൻ്റെ കുടുംബത്തെ ആര് നോക്കും എന്നുള്ള ചിന്ത അയാളുടെ കൈകളെ കെട്ടിയിട്ടു. ഒരു ഘട്ടത്തിൽ അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പദ്ധതിയിട്ടു. അതിനായി ചില പരിശ്രമങ്ങളും നടത്തി. ആ സ്ഥലത്ത് ആഴ്ചയിൽ ഒരു തവണ അവിടെയുള്ള ആടുകൾക്ക് വെള്ളം നൽകാനായി ഒരു വാൻ വരും. ആ വാൻ ഡ്രൈവറോട് തന്നെ സഹായിക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് കണ്ട ഓണർ അതേ ചാട്ടവാറുകൊണ്ട് വീണ്ടും ക്രൂരമായി മർദ്ദിച്ചു. ഇത് കാരണം 3 ദിവസം നജീബിനെ കൊണ്ട് എഴുന്നേൽക്കാൻ പോലും സാധിച്ചില്ല. എന്നാൽ അപ്പോഴും അല്പം പോലും വിശ്രമിക്കാൻ അനുവദിക്കാതെ ആടുകളെ മേയ്ക്കാൻ പോകാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, അതെന്താണ്? ഒരു പുല്ലുപോലും ഇല്ലാത്ത മരുഭൂമിയാണ്, അവിടെ എങ്ങനെയാണ് ആടുകളെ മേയ്ക്കാൻ പറഞ്ഞേക്കുക എന്ന്. അതെ, അത് ആടുകളെ മേയ്ക്കുന്നതല്ല, ആടുകൾക്ക് നടക്കാനുള്ള ഒരു പരിശീലനം കൊടുക്കുന്നതാണ്. ആടുകൾ അവരുള്ള സ്ഥലത്ത് തന്നെ ആഹാരം കൊടുക്കുന്നത് കൊണ്ട് നടക്കാൻ കഴിയാതാകുന്നു. ഇങ്ങനെ ആടുകൾക്ക് കൊഴുപ്പ് അടിഞ്ഞുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവയെ എല്ലാ ദിവസവും നടത്താൻ കൊണ്ടുപോകുന്നത്. ആ 200 ആടുകളെയും 4-5 ഗ്രൂപ്പുകളായി തിരിച്ച് ഒരു പ്രത്യേക കിലോമീറ്റർ ദൂരത്തിൽ നടത്തിപ്പിക്കുകയും വീണ്ടും ശരിയായി അവയെ അതിൻ്റെ സ്ഥലത്തിൽ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്യും. ഇങ്ങനെ ഓരോ ദിവസവും 5 ഗ്രൂപ്പ് ആടുകളെ ഒറ്റയ്ക്ക് പല ദൂരത്തിൽ ആ മരുഭൂമിയിലൂടെ നടത്തി കൊണ്ടുപോയി വരണം. ശരി, സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാൻ വന്നതിന് ഇവിടെ ഒരു കഷ്ടപ്പെടുന്ന ജോലി കിട്ടി. ഇതിന് ശമ്പളം എത്രയാണെന്ന് ചോദിച്ചാൽ 1 റിയാൽ പോലും ശമ്പളമില്ല. അപ്പോ ഭക്ഷണമെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ആ ഓണർ കൊടുക്കുന്ന കുപ്പൂസ് എന്ന ഒരു റൊട്ടിയാണ് 3 തവണയും ഭക്ഷണമായിരുന്നത്. വളരെ കട്ടിയുള്ള കുപ്പൂസ് അങ്ങനെ കഴിക്കാൻ കഴിയില്ല. അതിനെ വെള്ളത്തിൽ മുക്കി കഴിക്കാം എന്ന് വിചാരിച്ച് വെള്ളം ചോദിച്ചാലും ഓണർ വെള്ളം കൊടുക്കില്ല. അതിന് പകരം അവിടെ വെറുതെ കിട്ടുന്ന ആടിന്റെ പാലിൽ മുക്കി കഴിക്കാൻ ആവശ്യപ്പെടും. അത് നല്ലതല്ലേ? ആടിന്റെ പാലല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കാം. മനുഷ്യന് കുടിക്കാനോ കുളിക്കാനോ വെള്ളമില്ലാത്ത ആ ഒരു സ്ഥലത്ത് ആടുകൾ മാത്രം എങ്ങനെ വൃത്തിയോടിരിക്കും? അങ്ങനെ ഒരു സാഹചര്യത്തിൽ കറക്കുന്ന ആടിന്റെ പാലിനും ദുർഗന്ധമുണ്ടായിരിക്കും. തുടക്കത്തിൽ ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടാതെ പട്ടിണി കിടന്ന നജീബ് അവസാനം വിശപ്പ് താങ്ങാനാകാതെ അത് കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അയാൾക്ക് അയാളുടെ ഭാര്യ കൊടുത്തയച്ച അച്ചാർ ഓർമ്മ വന്നത്. അതൊരു അമൃതം പോലെ ഓരോ ദിവസവും ഭക്ഷണത്തിന്റെ കൂടെ കടുക് മണിയോളം അളവിന് അയാൾ കഴിക്കാൻ തുടങ്ങി. 8 മാസം ഗർഭിണിയായിരുന്ന തന്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ കുഞ്ഞ് ജനിച്ചു കാണുമോ? ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ? ഇതൊന്നും അറിയാതെ ഒരു നരക ജീവിതമായിരുന്നു നജീബിന് അവിടെ. ഇങ്ങനെ ശാരീരികമായും മാനസികമായും പല പീഡനങ്ങൾ അനുഭവിക്കുന്നത് പോലെ തന്നെ കേരളത്തിലുള്ള അയാളുടെ ഭാര്യയും പുറത്തേക്ക് പോയി തന്റെ ഭർത്താവിൽ നിന്ന് യാതൊരു വിവരവും കിട്ടിയില്ലല്ലോ എന്നുള്ള ഭയത്തിൽ ദുഃഖിക്കാൻ തുടങ്ങി. ഭർത്താവിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണമെന്നറിയാതെ വിഷമിക്കാൻ തുടങ്ങി. പുറം നാട്ടിലേക്ക് പോയ ഭർത്താവിനെ വിളിക്കാൻ വേണ്ടി മാത്രം വാങ്ങിവെച്ച ടെലിഫോൺ ഓരോ തവണ റിങ് ചെയ്യുമ്പോഴും അത് നജീബായിരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ വളരെ സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി എടുത്ത പല സമയത്തും നിരാശ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പോസ്റ്റ്മാൻ വരുന്ന സമയത്തെല്ലാം തന്റെ ഭർത്താവ് എഴുതിയ ലെറ്റർ എടുത്തുകൊണ്ട് വരും എന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു. നജീബിന്റെ രൂപത്തിൽ തന്നെ ഒരു ആൺകുഞ്ഞ് ജനിച്ചുവെന്നുള്ള സന്തോഷം പോലും ഭർത്താവിനോട് പറയാൻ കഴിയാതെ വളരെ ദുഃഖത്തിലായിരുന്നു. അതേസമയം ഇവിടെ നജീബിന് ആഴ്ചകൾ പല മാസങ്ങളായി കുടിക്കാനോ കുളിക്കാനോ വെള്ളമില്ലാതെ ശരീരം മുഴുവനും ദുർഗന്ധം വരാൻ തുടങ്ങി. അധികമായ അഴുക്കിന്റെ കറ കൊണ്ട് തന്നെ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ ഭാരം കൂടാൻ തുടങ്ങി. അയാളുടെ തലമുടി താടിയെല്ലാം വളർന്ന് ആദ്യം അയാൾ കണ്ട ഹിന്ദിക്കാരനെ പോലെ തന്നെ താനുമായി എന്നുള്ളത് നജീബിന് മനസ്സിലായി. തുടക്കത്തിൽ ഛർദിൽ വന്ന ആടിന്റെ ദുർഗന്ധം അയാൾക്കിപ്പോൾ ഒരു ശീലമായി മാറി. ആടുകളുടെ ശരീരത്തിലുള്ള ചെറിയ ചെറിയ പ്രാണികളും പുഴുക്കളും നജീബിന്റെ താടിയിലും മുടിയിലും ശരീരം മുഴുവനിലും ഒട്ടിയിരുന്നു. ഈ ആടുകളുടെ കൂടെയെല്ലാം ജീവിച്ച് താനും ഒരാടായതുപോലെ അയാൾക്ക് തോന്നി. ആടുകളുമായി സംസാരിക്കുന്നത്, ചിരിക്കുന്നത്, അടിവയ്ക്കുന്നത്, ഇങ്ങനൊരു ആടായി തന്നെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതിനെല്ലാം ഒരുപാട് പടി മുകളിലേക്ക് ചെന്ന് തന്റെ ശാരീരിക സുഖങ്ങൾ പോലും ആടുകളോട് കാണിച്ചു. അതെ, വെയിലായാലും തണുപ്പായാലും അളവിൽ കൂടുതലുള്ള ആ മരുഭൂമിയിൽ
ആ താങ്ങാനാകാത്ത തണുപ്പിൽ അയാൾക്ക് പല വികാരങ്ങളുണ്ടായി. അത് തീർക്കാനായി അവിടെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് അതിനായും ആടുകളെ ഉപയോഗിച്ചു. എന്നാൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടേ ഇല്ല എന്ന് നജീബ് തന്നെ പല ഇന്റർവ്യൂസിൽ പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്ര വലിയ സെൻസിറ്റീവായ ഒരു കാര്യം പറയപ്പെടുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. 2008 വർഷം ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ 3 വർഷം യാതൊരു മനുഷ്യരെയും കാണാതെ 200 ആടുകളുമായി ഒരു ആടായി ജീവിച്ച നജീബിന്റെ ജീവിത പോരാട്ടം ഒരു നോവലായി എഴുതിയിരുന്നു. അതിന് ആടുജീവിതം എന്ന പേര് കൊടുത്തു. ആ നോവലിൽ അയാൾ വെറും 30% യഥാർത്ഥ സംഭവം മാത്രമേ എഴുതിയുള്ളൂ എന്നും ബാക്കിയുള്ളവ വായിക്കുന്നവർക്ക് ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി ചേർക്കപ്പെട്ടവയാണെന്നും ഒരു ഫാന്റസിയാണെന്നും പറയുന്നു. ഈ നോവലിനെ അടിസ്ഥാനമാക്കിയെടുത്തതാണ് ഇപ്പോൾ റിലീസായ മലയാള സിനിമയായ ആടുജീവിതം. ഈ നോവലിലുള്ള ഞാൻ പറഞ്ഞ ഈ ഒരു പ്രത്യേക സീൻ സിനിമയിൽ ഉള്ളതായും അതിനുശേഷം സെൻസർ ബോർഡ് അതിനെ നീക്കം ചെയ്തതായും മൂവി ടീം പറഞ്ഞു. എന്നാൽ പിന്നീട് തന്റെ നജീബിനെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും അങ്ങനെ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടില്ല എന്നും സിനിമയുടെ ഡയറക്ടർ തന്നെ പറഞ്ഞു. ഇങ്ങനൊരു സംഭവം നടന്നോ ഇല്ലയോ, ശരിയോ തെറ്റോ, ഇങ്ങനൊരു സംഭവം നടന്നതായി ആ നോവൽ എഴുതിയ ബെന്യാമിൻ അത് വായിക്കുന്നവർക്ക് അല്പം പോലും അറപ്പോ വെറുപ്പോ തോന്നാത്ത രീതിയിൽ വളരെ മനോഹരമായ വാക്കുകൾ കൊണ്ട് വളരെ വൈകാരികമായി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും ക്രൂരതകൾ അനുഭവിച്ച നജീബ് ഓരോ ദിവസവും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഏതെങ്കിലും ഒരു വഴി കിട്ടുമോ എന്നുള്ളത് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അയാൾ പ്രതീക്ഷിച്ച ആ ദിവസം വന്നു. ഒരു ദിവസം വൈകുന്നേരം ആ ഓണർ അയാളുടെ മകൾക്ക് വിവാഹമാണെന്ന് പറഞ്ഞ് രാത്രി നാട്ടിൽ പോകുന്നതായും പറഞ്ഞു. ആദ്യമായി അവർ കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടക ഇറച്ചിയിൽ നിന്നും നജീബിന് കുറച്ചു കൊടുത്തിട്ട് സന്തോഷമായി കഴിക്കാനും ആവശ്യപ്പെട്ടു. അല്പസമയം കഴിഞ്ഞ് ആടുകളെ വളരെ ഭദ്രമായി നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയും ചെയ്തു. ഇപ്പോൾ ഇതല്ലാതെ മറ്റൊരവസരം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ നജീബ് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. എന്നാൽ അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും ആടിന്റെ തൊഴുത്തിനെ നോക്കി കരയാൻ തുടങ്ങി. എത്ര തന്നെ ആ ഒരു സ്ഥലം നരകമായിരുന്നാലും അവിടെ അയാൾക്കുണ്ടായിരുന്ന ഏക തുണയായിരുന്നു ആടുകൾ. അതുകൊണ്ട് തന്നെ അവയോട് അധികമായ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോകുന്നുവെന്ന് ആടുകളോട് പറഞ്ഞിട്ട് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അന്ന് രാത്രി അവിടെ നിന്നും ഓടാൻ തുടങ്ങിയ അയാൾ തുടർന്ന് 1.5 ദിവസം ഓടി. അവസാനം അവിടെ ഒരു റോഡ് പോകുന്നത് കാണുന്നു. നജീബ് 1.5 ദിവസം ഓടിയെന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു വരിയിൽ ഒതുക്കി. എന്നാൽ അങ്ങനെ അയാൾ ഓടിയ പാതകളിൽ എത്ര കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് നമുക്കൊരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. അങ്ങനെ റോഡിലേക്ക് വന്ന അയാൾ പല വണ്ടികളെയും കൈവീശി കാണിച്ച് നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ അയാളുടെ ആ ഒരു രൂപം കണ്ട വണ്ടികളൊന്നും തന്നെ അയാൾക്ക് മുൻപിൽ നിർത്തിയില്ല. അവസാനം ഒരു അറേബ്യൻ ഷേഖ് വാഹനം നിർത്തി. നജീബ് അയാളോട് തനിക്ക് നടന്ന ക്രൂരതകൾ എല്ലാം പറഞ്ഞ് സഹായം ചോദിച്ചു. അങ്ങനെ നജീബ് സംസാരിക്കുമ്പോൾ അയാൾ ഒരു മലയാളി എന്നത് മനസ്സിലാക്കിയ ഷേഖ് നജീബിനെ അയാൾക്കറിയാവുന്ന ഒരു കേരള ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന മലയാളികൾ നജീബിന്റെ കഥ കേട്ട് ഞെട്ടുന്നു. ആദ്യം അയാൾക്ക് നല്ല ആഹാരം കൊടുക്കുന്നു. അതിനുശേഷം ഭാര്യയുമായി സംസാരിപ്പിക്കുന്നു. ഏകദേശം 3 വർഷങ്ങൾ കഴിഞ്ഞ് നജീബിന്റെ ശബ്ദം കേട്ട ഭാര്യ കരയാൻ തുടങ്ങി. തനിക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ച കാര്യവും പുറം നാട്ടിൽ പോയതിനു ശേഷം യാതൊരു വിവരവും അറിയാത്തത് കൊണ്ട് അത് വിചാരിച്ച് ഭയന്ന ദുഃഖത്തിലായ അയാളുടെ അമ്മ മരിച്ചുവെന്നും പറഞ്ഞു. ഇത്രയും ദുഃഖങ്ങൾ താങ്ങിയ നജീബ് അമ്മ മരിച്ച ദുഃഖവും മനസ്സിൽ ഒതുക്കിക്കൊണ്ട് കരയണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ വരുമെന്ന് ഭാര്യയെ സമാധാനപ്പെടുത്തി. ഇങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം അവിടെയാണ് മുടിവെട്ടി ഷേവ് ചെയ്ത് കുളിച്ചത്. കൂടാതെ അവിടെയുള്ളവരോട് എങ്ങനെയെങ്കിലും എന്നെ നാട്ടിലേക്ക് അയക്കാമോ, എനിക്ക് എൻ്റെ കുടുംബത്തെ കാണണമെന്ന് പറഞ്ഞു. പക്ഷെ അയാളുടെ കയ്യിൽ പാസ്പോർട്ട് വിസ ഒന്നുമില്ലാത്തത് കൊണ്ട് ഈ നാട് വിട്ട് മറ്റെവിടെയും പോകാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കിയ ആ മലയാളികൾ നജീബിനെ പോലീസിൽ സറണ്ടർ ആകാൻ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ എംബസിയുമായി സംസാരിച്ച് അവർ വഴി മാത്രമേ ഇന്ത്യയിലേക്ക് പോകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിപ്പിച്ചു. അവർ പറഞ്ഞതുപോലെ തന്നെ നജീബ് പോലീസിൽ സറണ്ടറായി. 12 ദിവസം ജയിലിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ആ ജയിൽ ജീവിതം എന്തുകൊണ്ട് അയാൾക്ക് സ്വർഗമായി തോന്നിയെന്ന്. ഇത് കഴിഞ്ഞ് ഓഗസ്റ്റ് 13, 1995 ഇന്ത്യൻ എംബസി നജീബിന് ഗേറ്റ് പാസ് വാങ്ങിക്കൊടുക്കുകയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. വളരെ ആഗ്രഹത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, സമാധാനത്തോടുകൂടി വീട്ടിലേക്ക് വന്ന നജീബ് ആദ്യമായി അയാളുടെ 2.5 വയസ്സുള്ള ആൺകുഞ്ഞിനെ കണ്ടു. അവനെ കണ്ട് കരയാൻ തുടങ്ങി. ഭാര്യയെ സമാധാനപ്പെടുത്തി തനിക്ക് നടന്ന ക്രൂരതകൾ ആ കുടുംബത്തോട് പറഞ്ഞില്ല. എന്നാൽ അയാൾ അനുഭവിച്ച ഈ കഷ്ടപ്പാടുകളെല്ലാം തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ച് എങ്ങനെയോ അറിഞ്ഞ നോവലിസ്റ്റ് ബെന്യാമിൻ നജീബിനെ കണ്ട് അയാൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി. ഇങ്ങനെയാണ് 2008 ആടുജീവിതം എന്ന ബുക്ക് പബ്ലിഷ് ചെയ്തു. ഈ ഒരു ബുക്ക് വായിച്ചതിന് ശേഷമാണ് നജീബിന്റെ ദുഃഖങ്ങളെല്ലാം, അയാൾ അനുഭവിച്ച അടിമത്വമെല്ലാം ആ കുടുംബം മനസ്സിലാക്കിയത്.
നജീബിന്റെ മകൻ ഈ ബുക്കിന്റെ ആദ്യത്തെ പേജ് വായിക്കാൻ തുടങ്ങിയപ്പോഴുണ്ടായ കണ്ണുനീർ അവസാനത്തെ പേജ് വായിച്ച് അവസാനിക്കുന്നതുവരെയും നിന്നില്ല എന്നാണ് പറയുന്നത്. വികാരങ്ങളുടെ സമാഹാരമായ ഈയൊരു നോവലിന് 2009 സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തു. എപ്പോഴും നമുക്കൊരു ദുഃഖം വരികയാണെങ്കിൽ നമ്മെക്കാട്ടിലും കഷ്ടപ്പെടുന്നവരെ നോക്കി നമ്മളെ തന്നെ സമാധാനിപ്പിക്കണം. അങ്ങനെ നമ്മൾ വിചാരിച്ച് ആശ്വസിക്കേണ്ട ഒരു കഥ തന്നെയാണ് നജീബിന്റെ കഥ. ചെറിയൊരു കഷ്ടപ്പാട് പോലും താങ്ങാനാകാതെ മരിക്കാം എന്ന് ചിന്തിക്കുന്നവർ ഇത്രയും വലിയ തുടർ ദുഃഖത്തിൽ നിന്നും ഒരാൾ അതിജീവിച്ചു ജീവിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചു നോക്കണം. ഒന്നും നിരന്തരമല്ലാത്ത ഈ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രം നിരന്തരമാണോ എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് നജീബിനെ കൊണ്ട് ഇപ്പോഴും കുടുംബത്തോടൊപ്പം സമാധാനമായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയും പറയാൻ സാധിക്കില്ല. ജീവിതത്തിൽ ഇത്രയേറെ കഷ്ടപ്പാടുകൾ, അടിമത്വം, മർദ്ദനം അനുഭവിച്ച നജീബിന് ഇപ്പോഴും ജീവിതത്തിൽ ദുഃഖങ്ങൾ പിന്തുടരുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെ ദുഃഖം തോന്നും. ഇപ്പോൾ അടുത്തിടെ നജീബിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി 1.5 വയസ്സുള്ള കുഞ്ഞ് ന്യൂമോണിയ കാരണം മരിച്ചു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദുഃഖവും സങ്കടവും തുടർന്ന് വന്നുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? എപ്പോഴെങ്കിലും ഒരു പുതിയ ജീവിതം വെളിച്ചം വേണ്ടേ എന്ന് ചിന്തിക്കും. എല്ലാവരും തനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഇതോടുകൂടി മതി ദൈവമേ, ഞാൻ ഒരുപാട് അനുഭവിച്ചു, ഇനി എനിക്ക് ഒന്നും തന്നെ വേണ്ട എന്ന് പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. നജീബിന്റെ പ്രാർത്ഥനയും അത് തന്നെയാണ്. എനിക്ക് തന്ന കഷ്ടപ്പാടുകൾ മതിയായില്ലേ? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇപ്പോഴും സന്തോഷം എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നജീബിന്റെ പേരക്കുട്ടിക്ക് ശ്വാസതടസ്സമുണ്ടായിരുന്നു. ന്യൂമോണിയ ഫീവർ വന്നപ്പോൾ ആ കുഞ്ഞ് മരിക്കുകയും ചെയ്തു. നജീബിന് അദ്ദേഹത്തിന്റെ ജീവിതകഥ നോവലായി പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും വായിച്ചപ്പോൾ സന്തോഷം വന്നു. ഇപ്പോൾ അതേ കഥ തന്നെ സിനിമയായി എടുത്ത് പല ഭാഷയിൽ ഡബ് ചെയ്ത് അത് പുറത്തു വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് പേരക്കുട്ടി മരിച്ചത്. ഇത് അദ്ദേഹത്തെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാക്കി. നജീബിനെ കുറിച്ച് പറയുമ്പോൾ ആടുജീവിതം എന്ന സിനിമയിൽ നജീബായി അഭിനയിച്ച് നജീബായി തന്നെ ജീവിച്ച പൃഥ്വിരാജിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. യഥാർത്ഥ ജീവിതത്തിൽ നജീബ് അനുഭവിച്ച കഷ്ടപ്പാടുകൾ സിനിമയിലൂടെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണിച്ചു തന്നു. പൃഥ്വിരാജിന്റെ കണ്ണുകളിൽ തന്നെ ആ ഭയവും പട്ടിണിയും ദുഃഖവും സങ്കടവും പ്രതിഫലിക്കുന്നത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇതുതന്നെയാണ് അഭിനയവും. ജീവിതത്തിലെ വേദനകൾ മറികടന്ന് എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ് ആടുജീവിതം നോവലും ആടുജീവിതം എന്ന സിനിമയും കാണിച്ചു തരുന്നത്. നിങ്ങൾ ആടുജീവിതം എന്ന സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു നോവൽ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.